ഇന്നത്തെ സമഗ്ര റിപ്പോർട്ടുകളുമായി 1 PM ന്യൂസ് ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ലക്ഷ്യമിട്ട് NSSും SNDP യോഗവും. വി ഡി സതീശനെതിരെ ഗുരുതര വിമർശനമാണ് വെള്ളാപ്പള്ളി നടേശനും ജി സുകുമാരൻ നായരും ഇന്ന് നടത്തിയത്. സതീശനെ കോൺഗ്രസ് ഇങ്ങനെ അഴിച്ചുവിട്ടാൽ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി കിട്ടുമെന്ന് ജി സുകുമാരൻ നായർ മുന്നറിയിപ്പ് നൽകി. വി ഡി സതീശൻ ഇന്നലെ മുളച്ച തകരയെന്ന് വെള്ളാപ്പള്ളി നടേശന്റെ പരിഹാസം. ഈ സതീശൻ എന്ന് പറയുന്ന ആളിനെ അഴിച്ചു വിട്ടിരിക്കുക കോൺഗ്രസ്. പറഞ്ഞു മനസ്സിലായ അദ്ദേഹത്തിന് ഇത്തരം നയപരമായ കോൺഗ്രസിന്റെ നയപരമായ വിഷയങ്ങൾ അഭിമുഖീകരിക്കാൻ എന്ത് അവകാശമാണുള്ളത്? ഈ പ്രസിഡന്റിനെ നോക്കുകൂത്തിയാക്കി വെച്ചുകൊണ്ട് എല്ലാത്തിനും കയറി അഭിപ്രായം അദ്ദേഹമല്ല ഈ ശത്രുക്കളെ മുഴുവൻ ഉണ്ടാക്കുന്നത്. അടി കിട്ടും, ഒരു സംശയമില്ല. ഇങ്ങനെ മുന്നോട്ട് പോയാൽ കോൺഗ്രസിന് അടി കിട്ടും. അത് കോൺഗ്രസ്സുകാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത്ര കണ്ട് അഹങ്കരിക്കരുത് ഒരു നേതാക്കന്മാരും. താഴ്മയാണ് എന്നുള്ളത് വിചാരിക്കും, നല്ലതെന്ന് വിചാരിച്ചോണം. ഒരു ഇന്നലെ പൂത്തൊരു തകരയുണ്ട് സതീശൻ. ഞാനതിനെപ്പറ്റി പറയുന്നില്ല, അപ്രസക്തൻ. അദ്ദേഹമാണ് ഇതിൻ്റെ എല്ലാം ഏറ്റെടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ വർഗീയതാണ്. അതിന് തക്ക മറുപടി കാന്തപുരം തന്നെ കൊടുത്തിട്ടുണ്ട്. SNDP പ്രസ്ഥാനത്തെ തകർക്കുക, ഈഴവനെ തകർക്കുക, അതിനെ തളർത്തുക. ഈ മാന്യൻ്റെ ഉപ്പാപ്പം വിചാരിച്ചാലും SNDP യോഗത്തെ തകർക്കാനും തളർത്താനും ഇതിനു മുമ്പും പലരും വന്നിട്ടുണ്ട്. ഒന്നും സംഭവിച്ചിട്ടില്ല. ഇത് വളരെ അല്ലാതെ തളർന്നിട്ടില്ല. പിളർക്കാൻ ശ്രമിച്ചവരെല്ലാം സ്വയം പിളർന്നു പോയതല്ലാതെ ഇത് പുലർത്താൻ സാധിച്ചിട്ടില്ല. വർഗീയതയുമായി ഏറ്റുമുട്ടി മരിച്ചാൽ വീരാളിപ്പട്ട് പുതച്ച് കിടക്കും എന്നായിരുന്നു വി ഡി സതീശന്റെ മറുപടി. 2016 ഈ പറവൂരിൽ നിന്ന് ഞാൻ പ്രസംഗിച്ച ആളാണ്. എനിക്കെതിരായി വർഗീയ ശക്തികളെല്ലാം ഒന്നുയർന്നു എന്നെ തോൽപ്പിക്കാൻ. ഞാൻ പറഞ്ഞു വർഗീയതയുമായി കോംപ്രമൈസ് ഇല്ല. വർഗീയതയുമായി നേരിട്ട് ഏറ്റുമുട്ടി മരിച്ചു കിടന്നാലും വീരാളിപ്പട്ട് പുതച്ച് കിടക്കും, പുറകിൽ നിന്ന് വെട്ടേറ്റ് മരിക്കില്ല എന്ന്. അതായത് ഞാൻ ഓടൂല, വർഗീയതയുമായി പോരാടുമ്പോൾ ഓടൂല, പുറകിലേക്ക് ഓടൂല എന്ന് പരസ്യമായി പ്രസംഗിച്ചിട്ട് എന്നെ തോൽപ്പിക്കാൻ വന്ന വർഗീയ ശക്തികൾക്കെല്ലാം ഈ പറവൂരിലെ ജനത 20,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം തന്ന് എന്നെ വിജയിപ്പിച്ച. പറവൂരിൽ 20,000 എന്ന് പറഞ്ഞാൽ ഒന്ന് കണക്ക് പാർട്ടിക്കാരോട് ചോദിക്കുക, കൈരളിക്കാരൻ പോയി. ആർ ശ്രീജിത്ത് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിമാരിൽ ഒരാളെന്ന് വിലയിരുത്തുന്ന വി ഡി സതീശനെതിരെ ഈ ഭൂരിപക്ഷ സമുദായ നേതൃത്വം, 2 പ്രധാനപ്പെട്ട സമുദായ നേതൃത്വം നടത്തുന്ന ഈ പരസ്യ പ്രതികരണത്തിന്, വാർത്താ സമ്മേളനത്തിന് വലിയ ദൂരവ്യാപക രാഷ്ട്രീയ അർത്ഥങ്ങളുണ്ട്. ഈ വാർത്താ സമ്മേളനം സ്വാഭാവികമായി രൂപപ്പെട്ടു വരുന്നതാണോ, ആരുടെയെങ്കിലും പ്രേരണയുണ്ടോ എന്നൊക്കെ ആർക്കും സംശയിക്കാം. ഏതാണ്ട് ഒരേ ഭാഷയിലാണ് വി ഡി സതീശനെ ജി സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും ആക്രമിക്കുന്നത്. ഏതു വഴിക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്? കോൺഗ്രസിനകത്തും ഉറപ്പായും ഈ വാർത്താ സമ്മേളനങ്ങൾ വലിയ പ്രതിധ്വനി സൃഷ്ടിക്കില്ലേ? വിജയകുമാർ, തീർച്ചയായും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഏതാണ്ട് 100 ദിവസങ്ങൾ താഴെയാണുള്ളത്. ഇതിനു മുമ്പ് കേരളത്തിലെ പ്രബല ഹൈന്ദവ സമുദായ സംഘടനകളുമായി പ്രതിപക്ഷ നേതാവ് നേരിട്ട് ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകുന്നതിൽ കോൺഗ്രസ് ക്യാമ്പിനകത്ത്, നേതൃത്വത്തിനകത്ത് കടുത്ത ആശങ്കയുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ തന്നെ ഇന്നലെ യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അത്തരമൊരു ആശങ്ക കോൺഗ്രസ് ക്യാമ്പിൽ വളരെ വ്യാപകമായി ഉയർന്നിരുന്നു. അതുകൊണ്ടാണ് കാര്യമായ പ്രതികരണങ്ങൾക്കൊന്നും മുതിരാതെ നേതാക്കൾ മൗനം പാലിച്ചത്. ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും പ്രതികരണം ആവർത്തിക്കുന്നു. അതിന് പിന്നാലെ അതേ സ്വരത്തിൽ NSSന്റെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പ്രതികരണങ്ങളുമായി രംഗത്ത് വരുന്നു. ആ പ്രതികരണത്തിൽ കോൺഗ്രസിന് കൃത്യമായ മുന്നറിയിപ്പുമുണ്ട്. അതായത് സതീശനെ കെട്ടടിച്ചു വിട്ടാൽ വലിയ തിരിച്ചടിയായിരിക്കും കോൺഗ്രസിനെ കാത്തിരിക്കുക എന്ന് പറയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും സ്വീകരിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ആശ്വാസം കൊള്ളാവുന്ന ഒരു സമീപനമല്ല ഇവിടെ പ്രബല സമുദായങ്ങളിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഫലത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെ ഒരു സമുദായ ഐക്യ കുറുമുന്നണി രൂപപ്പെട്ടിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സമുദായം, കേരളത്തിലെ നിർണായകമായ വോട്ട് ബാങ്കിൽ ഏറ്റവും നിർണായക സ്വാധീനമുള്ള 2 പ്രബല സമുദായങ്ങൾ പ്രതിപക്ഷ നേതാവിനെതിരെ രംഗത്ത് വരുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിനകത്ത് ആശങ്കയുണ്ട്. അതുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ അച്ചടക്ക സമിതി ചെയർമാനും മുതിർന്ന നേതാവുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ പ്രതികരണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത്. KPC പ്രസിഡന്റ് സണ്ണി ജോസഫ് അല്പം മുമ്പ് പ്രതികരിക്കുമ്പോഴും അദ്ദേഹം വിഷയത്തിൻ്റെ മെറിറ്റിലേക്ക് കടന്നൊരു പ്രതികരണം നടത്തുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. അപ്പോൾ ഹൈക്കമാൻഡ് അടക്കം ഈ കാര്യങ്ങളെ സശ്രദ്ധ നിരീക്ഷിക്കുന്നുവെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ സതീശൻ്റെ ഈ നിലപാട്, അതായത് 2 പ്രബല സമുദായ മുന്നണികളുമായും സമുദായ സംഘടനകളുമായും ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകുന്ന സമീപനം ഒരു ആരോഗ്യകരമാവില്ല. അത് മുന്നണിയെ ബാധിക്കും, സാധ്യതകളെ ബാധിക്കുമെന്ന ഒരു മുന്നറിയിപ്പ് കോൺഗ്രസിനകത്ത് തന്നെ ഉയർന്നിരിക്കുന്നു. അതുകൊണ്ടാണ് പ്രധാന നേതാക്കൾ ഇപ്പോൾ പുലർത്തുന്ന അർത്ഥഗർഭമായ മൗനമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിജയകുമാർ, ശ്രീത്ത്, ഒരു കാര്യം കൂടി. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനും ജി സുകുമാരൻ നായരും ഈ പ്രതികരണങ്ങളിൽ
രമേശ് ചെന്നിത്തലയെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നുണ്ട് ജി സുകുമാരൻ നായർ. അത്രത്തോളം യോഗ്യനായ ഒരാൾ കോൺഗ്രസിൽ ആരുണ്ട് എന്ന് ചോദിക്കുന്നു. AK ആന്റണി, അതുപോലെ KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, ഇവരൊക്കെയാണ് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട ആളുകൾ. അവരൊക്കെ മറുപടി പറയട്ടെ എന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ പ്രതികരണം. അപ്പോൾ VD സതീശനെ തള്ളുന്ന ഈ സമുദായ നേതാക്കൾ പകരം രമേശ് ചെന്നിത്തലയോ KCയോ ഒക്കെ വരട്ടെ എന്നൊരു പരോക്ഷ നിർദ്ദേശം കോൺഗ്രസിന് മുന്നിൽ, ഹൈക്കമാൻഡിന് മുന്നിൽ വെക്കുകയാണോ എന്ന സംശയം കൂടിയുണ്ട് ഈ വാർത്താ സമ്മേളനം കാണുന്നവർക്കും, അല്ലേ ശ്രീജിത്ത്? തീർച്ചയായും അത്തരമൊരു സംശയം, അങ്ങനെ സംശയിക്കുന്നവരെ ആർക്കും തെറ്റു പറയാൻ കഴിയില്ല. കാരണം വെള്ളാപ്പള്ളി നടേശനും ജി സുകുമാരൻ നായരും ഒരേ സ്വരത്തിൽ പറയുന്നത് സതീശനെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ അത് ബുദ്ധിമുട്ടാകും എന്ന തരത്തിലുള്ള പ്രതികരണമാണ്. സതീശന്റെ വർഗീയ വിരുദ്ധ നിലപാടുകൾക്ക് പൊതുസമൂഹത്തിലും നവമാധ്യമങ്ങളിലും വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും പാർട്ടിക്കകത്തോ അല്ലെങ്കിൽ മുന്നണി രാഷ്ട്രീയത്തിന്റെ കള്ളികളിലേക്ക് വരുമ്പോൾ അത് ഗുണകരമല്ല എന്ന അഭിപ്രായമുള്ളവർ കോൺഗ്രസിനകത്ത് കൂടുതലാണ്. ഇവിടെ VD സതീശൻ വീരാളിപ്പൊട്ടി പൊതിച്ച് കിടക്കുമെന്നൊക്കെ പറയുമ്പോൾ അത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ നിലപാടുകളുടെ ധീരതയാണ് എന്ന കാര്യം ചൂണ്ടിക്കാണിക്കാം. എന്നാൽ പോലും അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അത് എത്രത്തോളം ഗുണം ചെയ്യും എന്ന ചോദ്യമാണ് നേതാക്കൾ ഉയർത്തുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് വെള്ളാപ്പള്ളി നടേശൻ ചൂണ്ടിക്കാണിച്ചത് രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും ഒക്കെ രാഷ്ട്രീയ കുലപതികളാണ്, മുഖ്യമന്ത്രിയാകാൻ യോഗ്യരാണ്. എന്നാൽ സതീശന് രാഷ്ട്രീയം അറിയില്ല, അദ്ദേഹം രാഷ്ട്രീയം പഠിക്കേണ്ടിയിരിക്കുന്നു, അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് യോഗ്യനാണെന്ന് സ്വയം കരുതുക മാത്രമാണ് ചെയ്യുന്നത് എന്നാണ് വെള്ളാപ്പള്ളി ചൂണ്ടിക്കാണിക്കുന്നത്. ജി സുകുമാരൻ നായർ ആകട്ടെ രമേശ് ചെന്നിത്തലയാണ് ഏറ്റവും സർവ്വതാ യോഗ്യനെന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് നേതാക്കളെ വേർതിരിച്ച് നിർത്തിയുള്ള തരത്തിലുള്ള ഇടപെടലുകളും സമ്മർദ്ദവും സമുദായ നേതാക്കളുടെ മുന്നിൽ നിന്ന് വരുമ്പോൾ അത് കോൺഗ്രസിനെയും ഹൈക്കമാൻഡിനെ അടക്കം സ്വാധീനിക്കുന്ന ഒരു നിലപാടായി മാറുമോ എന്ന കാര്യമാണ് ഇപ്പോൾ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും ഇത്തരത്തിലുള്ള ഇത്തരത്തിൽ നേതാക്കന്മാരിൽ യോഗ്യരാരാണെന്ന ചോദ്യം കൂടി ഉയർത്തുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങൾ രൂപപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. യെസ്, കോൺഗ്രസിനകത്ത് ഇതിനോടകം ഈ വാർത്താ സമ്മേളനങ്ങൾ വലിയ ചലനം ഉണ്ടാക്കിയിട്ടുണ്ട്. നേതാക്കളുടെ പ്രതികരണങ്ങളിലൊക്കെ കരുതൽ ഇന്ന് കാണുകയും ചെയ്തു. എന്തായാലും അങ്ങേയറ്റം രാഷ്ട്രീയ കൗതുകമുണ്ടാക്കുന്ന വാർത്താ സമ്മേളനങ്ങളാണ് കഴിഞ്ഞ മണിക്കൂറിൽ നടന്നത്. അത് UDF-ൽ പൊതുവെയും കോൺഗ്രസിൽ പ്രത്യേകിച്ചും എന്തൊക്കെ ചലനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു എന്നതിൻ്റെ കൂടുതൽ തുടർ പ്രതികരണങ്ങളൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. ശ്രീജിത്താണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. അതേസമയം ഒരു ഇടവേളയ്ക്ക് ശേഷം SNDP NSS സഹകരണത്തിന് കളമൊരുങ്ങുന്നു. ഇരു സംഘടനകളുടെയും ഐക്യം കാലഘട്ടത്തിന്റെ അനിവാര്യതയെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരും വ്യക്തമാക്കി. അതിനിടെ ഐക്യത്തിന് രാഷ്ട്രീയ ലക്ഷ്യമില്ലെന്നും ഇരു നേതാക്കളും പറഞ്ഞു. നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചതുപോലെയായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെയും ജി സുകുമാരൻ നായരുടെയും പത്രസമ്മേളനങ്ങൾ. ഇരു സംഘടനകളുടെയും സഹകരണത്തിന് SNDP മുൻകൈയെടുക്കുമെന്ന് കണിച്ചുകുളങ്ങരയിൽ വെള്ളാപ്പള്ളി പറഞ്ഞു മിനിറ്റുകൾക്കുള്ളിൽ ഐക്യത്തെ സ്വാഗതം ചെയ്ത് സുകുമാരൻ നായർ പെരുന്നയിൽ മാധ്യമങ്ങളെ കണ്ടു. SNDPയും NSSും ഭിന്നിച്ചു നിൽക്കുന്നത് കാലഘട്ടത്തിന് അനുയോജ്യമല്ല. ഐക്യം ചർച്ച ചെയ്യാൻ ശാഖാ സെക്രട്ടറിമാരെയും ഭാരവാഹികളെയും പങ്കെടുപ്പിച്ച് ഈ മാസം 21-ന് ആലപ്പുഴയിൽ യോഗം ചേരുമെന്നും വെള്ളാപ്പള്ളി. 21-ാം തീയതി കഴിഞ്ഞ ശേഷം ഞങ്ങൾ അവിടെ ഉരുത്തിരിഞ്ഞിരുന്ന അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ബന്ധപ്പെട്ടവരുമായിട്ട് എല്ലാവരുമായിട്ടും ആലോചിച്ചിട്ട് എങ്ങനെ കൂടിക്കാഴ്ച നടത്തണം. ഇപ്പോൾ ഏതായാലും സുകുമാരൻ അദ്ദേഹം ഏതായാലും കൂടിക്കാഴ്ച നടത്തുന്നതിനും ചർച്ച ചെയ്യുന്നതിനും വിരോധമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ അവർ ഓപ്പണായിട്ട് കഥ തുറന്നിട്ട് കഴിഞ്ഞു. ഐക്യത്തിന് തയ്യാറാണെന്ന വെള്ളാപ്പള്ളിയുടെ നിലപാടിനെ ശരിവയ്ക്കുന്നുവെന്നും അടിസ്ഥാന മൂല്യം നിലനിർത്തി എല്ലാവരുമായും യോജിക്കുന്നതിൽ തെറ്റില്ലെന്നും ജി സുകുമാരൻ നായർ. അടിസ്ഥാന മൂല്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് എല്ലാവരുമായി യോജിച്ച് നിന്നുകൊണ്ട് ഹൈന്ദവ സംഘടനയിലെ പ്രബല സമുദായങ്ങളായ SNDPയും NSSും ഒരുമിക്കുന്നതിൽ എന്താ തെറ്റ്? ഈ ഐക്യം അനിവാര്യമാണെന്നുള്ള കാര്യത്തിൽ വ്യക്തിപരമായി എനിക്ക് വേണമെന്നുള്ളതാണ് അഭിപ്രായം. അതേസമയം NSS SNDP ഐക്യം തകർത്തത് മുസ്ലിം ലീഗാണെന്ന വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന സുകുമാരൻ നായർ തള്ളി. മുൻപ് അകന്നു നിന്നത് സംവരണം പ്രശ്നമുള്ളതിനാലെന്നും സുകുമാരൻ നായർ. ലീഗ് നേതൃത്വം ആണ് NSSനെ SNDPയെ തമ്മിൽ തെറ്റിക്കുന്നത്, യോജിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അകറ്റി നിർത്തിക്കൊണ്ട് ഈ പണികളെല്ലാം ചെയ്തു. മുസ്ലിം ലീഗാണ് ഈ NSS SNDP ഐക്യത്തിന് തടസ്സം നിന്നതാണ്. അല്ലല്ല, അത് ഒന്നുമല്ല, അവരൊന്നുമല്ല. അത് കാരണം എന്ന് വെച്ചാൽ ഈ സംഭരണത്തിന് വേണ്ടി വാദിക്കുന്ന കൂട്ടർ അവരാണ് എന്നുള്ളത് വെച്ചുകൊണ്ട് പറയുന്നതാണ്. ന്യൂസ് ഡെസ്ക് 24.
സമുദായ സംഘടനകൾ തമ്മിൽ ഐക്യമുണ്ടാകുന്നതിൽ അശേഷം ഭയമില്ലെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. ഐക്യം രാഷ്ട്രീയമായ ദോഷമുണ്ടാക്കില്ല എന്നും കെ മുരളീധരൻ പ്രതികരിച്ചു. സമുദായ സംഘടനകൾ തമ്മിൽ ഐക്യം ഉണ്ടാകുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ട്. അത് സാമുദായിക സംഘർഷം ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത് രാഷ്ട്രീയമായിട്ട് ഞങ്ങൾക്ക് ഒട്ടും ദോഷമുണ്ടാവില്ല. കാരണം സമുദായ നേതാക്കന്മാർ എന്ത് പറഞ്ഞാലും സമുദായ അംഗങ്ങൾ അത് നോക്കി വോട്ട് ചെയ്യുന്നവരല്ല. നേരെ മറിച്ച് അവരുടെ നേതാക്കന്മാർ അധിക്ഷേപിച്ചാൽ അവരത് സഹിക്കില്ല എന്ന് വിചാരിച്ച് ഇപ്പോൾ പണ്ട് പിണറായി വിജയൻ ബിഷപ്പിനെ നിർകൃഷ്ട ജീവി എന്ന് വിളിച്ചപ്പോൾ ശക്തമായിട്ട് ആ സമുദായങ്ങൾ പ്രതികരിച്ചു. നേരെ മറിച്ച് ഇന്ന വ്യക്തിക്ക് വോട്ട് ചെയ്യണമെന്ന് ഏത് സമുദായ നേതാവ് പറഞ്ഞാലും അത് അണികൾ കേൾക്കില്ല. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് അശേഷം ഭയമില്ല. സാമുദായിക സംഘടനകളുമായി വഴക്കുണ്ടാക്കാനില്ല എന്നായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രതികരണം. ഞങ്ങൾ ആരുമായിട്ട് വഴക്കുണ്ടാക്കാനില്ല, ആരുമായിട്ട് ഫൈറ്റ് ചെയ്യാനില്ല. ഞങ്ങൾ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞാൻ അദ്ദേഹമായിട്ടൊന്നും ഒരു തർക്കത്തിനുമില്ല. അദ്ദേഹം വളരെ സീനിയറായിട്ടുള്ള ഒരാളാണ്, എത്രയോ പ്രായം ചെന്ന ആളാണ്. ഞാനതിനെ തോന്നുന്നു ഒരു എൻ്റെ നാക്കുകൊണ്ട് അതിനേക്കാൾ അപ്പുറത്തേക്ക് ഒന്നും പറയാൻ എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളിപ്പോൾ പറഞ്ഞത് ഇതെല്ലാം യോജിക്കുന്നതെല്ലാം ഞങ്ങളെക്കുറിച്ചല്ലല്ലോ പറയുന്നത്. ഇത് അവരുടേതായ അഭിപ്രായ പ്രകടനങ്ങൾ പറയുകയാണ്, ശരിയാണ്. ആ കാഴ്ചപ്പാടിൽ ഞങ്ങളതിന് കറക്റ്റാണ് എന്ന് തന്നെയുള്ള അഭിപ്രായത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. കേരളത്തിലെ പ്രബലമായ രണ്ട് സാമുദായിക സംഘടനകളായ NSSഉം SNDPയും തമ്മിലുള്ള ബന്ധത്തിന് സഹകരണത്തിന്റെയും തർക്കങ്ങളുടെയും നീണ്ട ചരിത്രമുണ്ട്. സാമൂഹ്യ പരിഷ്കരണം ലക്ഷ്യമിട്ട് തുടങ്ങിയ ഈ സംഘടനകൾ പലപ്പോഴും രാഷ്ട്രീയമായ വിയോജിപ്പുകളാൽ അകന്നു നിന്നിട്ടുണ്ടെങ്കിലും ഹിന്ദു ഐക്യം എന്ന ആശയത്തിനായി കൈകോർത്ത സന്ദർഭങ്ങളുമുണ്ട്. 1903 ശ്രീനാരായണ ഗുരുവിന്റെ അധ്യക്ഷതയിൽ SNDP രൂപീകൃതമാകുന്നത്. കേരളത്തിലെ പിന്നാക്ക വിഭാഗത്തിന്റെ ഉന്നമനമായിരുന്നു ലക്ഷ്യം. 1914 മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ രൂപമായ നായർ ഭൃത്യ ജനസംഘം രൂപീകരിച്ചത്. സമുദായങ്ങൾ വ്യത്യസ്തമാണെങ്കിലും അനാചാരങ്ങൾക്കെതിരെയും വിദ്യാഭ്യാസ പുരോഗതിക്കും വേണ്ടി രണ്ട് സംഘടനകളും ഒരേ ദിശയിൽ പ്രവർത്തിച്ചു. 1924 വൈക്കം സത്യഗ്രഹത്തിൽ NSSഉം SNDPയും ഒരുമിച്ച് പോരാടി. സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകി മന്നത്ത് പത്മനാഭൻ അവർണരുടെ ക്ഷേത്രപ്രവേശനത്തിനായി വാദിച്ചത് ഇരു സമുദായങ്ങളും തമ്മിലുള്ള ഐക്യത്തിന് വഴിതെളിച്ചു. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിലും ഇരുവിഭാഗങ്ങളും സഹകരിച്ചു. കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരായ വിമോചന സമരത്തിൽ NSSഉം ക്രൈസ്തവ സഭകളും മുന്നിൽ നിന്നു. SNDPയിലെ വലിയൊരു വിഭാഗം കമ്മ്യൂണിസ്റ്റ് അനുകൂലികളായിരുന്നുവെങ്കിലും സമുദായ നേതൃത്വം പലപ്പോഴും മാറി നിന്നു. ആർ ശങ്കറും മന്നത്ത് പത്മനാഭനും തമ്മിലുള്ള കൂട്ടുകെട്ട് കേരള രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനമാണ് ചെലുത്തിയത്. 1962 ആർ ശങ്കർ മുഖ്യമന്ത്രിയായത് ഈ ഐക്യത്തിന്റെ കൂടി ഫലമായിട്ടായിരുന്നു. എന്നാൽ സംവരണം, ഭൂപരിഷ്കരണം തുടങ്ങിയ വിഷയങ്ങളിൽ മുന്നാക്ക പിന്നാക്ക താത്പര്യങ്ങൾ വ്യത്യസ്തമായതോടെ ഇരു സംഘടനകളും രാഷ്ട്രീയമായി അകന്നു. സാമ്പത്തിക സംവരണം എന്ന ആവശ്യവുമായി NSS മുന്നോട്ട് വന്നപ്പോൾ ജാതി സംവരണം സംരക്ഷിക്കാനായി SNDP നിലകൊണ്ടു. ഇത് വലിയ തർക്കങ്ങൾക്ക് കാരണമായി. 2000 ശേഷം സാമുദായിക സംഘടനകളുടെ കൂട്ടായ്മയുണ്ടാക്കാൻ ശ്രമങ്ങൾ നടന്നു. G. സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും പലപ്പോഴും പ്രസ്താവനകളിലൂടെ പരസ്പരം ഏറ്റുമുട്ടുകയും എന്നാൽ ചിലപ്പോൾ ഐക്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇണങ്ങിയും പിണങ്ങിയും നീളുന്ന NSS-SNDP സൗഹൃദം എന്ത് ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. റിസർച്ച് ഡെസ്ക് 24. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് സുരേഷ് ഗോപി പെരുന്നയിൽ വന്നത്. തൃശൂർ പിടിച്ചതുപോലെ NSS പിടിക്കാൻ പറ്റില്ല എന്ന് സുകുമാരൻ നായർ പറഞ്ഞു. സുരേഷ് ഗോപി വന്നല്ലേ? സുരേഷ് ഗോപി ജനിച്ചതിന് ശേഷം അദ്ദേഹം വരുന്ന അന്ന് വരെ അദ്ദേഹം എത്ര വയസ്സുണ്ടോ ആ വയസ്സിനകം ഈ മണ്ണിക്കാല് കുത്തിയിട്ടില്ലാത്തവനാണ്. അന്ന് അദ്ദേഹം വന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ. തൃശ്ശൂർ പിടിച്ച പോലെ NSS ഒന്നും പിടിക്കാനും പറ്റില്ല. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള സ്ഥിരീകരിക്കുകയാണ് ശാസ്ത്രീയ പരിശോധനാ ഫലത്തിലൂടെ. കട്ടിളപ്പാളിയിലെയും ദ്വാരപാലക ശില്പപ്പാളിയിലെയും സ്വർണത്തിന്റെ അളവിൽ കുറവ് വന്നു എന്നാണ് പരിശോധനയിൽ കണ്ടെത്തിയത്. പാളികളുടെ കാലപ്പഴക്കത്തിന്റെ കാര്യത്തിലും സംശയമുള്ളതായി സൂചനയുണ്ട്. നിർണായക പരിശോധനാ ഫലം നാളെ ഹൈക്കോടതിക്ക് സമർപ്പിക്കും. ശബരിമലയിലെ സ്വർണം നഷ്ടമായെന്ന് ശാസ്ത്രീയ പരിശോധനയിൽ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. 1998 UB ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞു നൽകിയ പാളികളിലെ സ്വർണവും
ഉണ്ണികൃഷ്ണൻ പോറ്റി തിരികെ കൊണ്ടുവന്ന പാളികളിലെ സ്വർണത്തിന്റെ അളവും താരതമ്യം ചെയ്തുള്ള പരിശോധനയാണ് VSSCയിൽ നടത്തിയത്. പഴയ പാളിയിൽ നിന്നും പുതിയ പാളിയിൽ നിന്നും നിശ്ചിത അളവിൽ മുറിച്ചെടുത്ത ശേഷം അതിലെ സ്വർണത്തിന്റെ അളവ് താരതമ്യം ചെയ്യുകയായിരുന്നു. പുതിയ പാളികളിൽ പൂശിയിരിക്കുന്ന സ്വർണത്തിന്റെ അളവ് കുറവാണെന്ന് കണ്ടെത്തി. ഇതോടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയ ശേഷം തിരികെ കൊണ്ടുവന്ന പാളികളിൽ നിന്ന് സ്വർണം മോഷണം നടന്നതായി സ്ഥിരീകരിച്ചത്. പാളികളുടെ മൊത്തം വലുപ്പവുമായി താരതമ്യം ചെയ്ത ശേഷം എത്ര അളവിൽ സ്വർണം നഷ്ടമായിട്ടുണ്ടെന്നും ഈ റിപ്പോർട്ടോടെ കണ്ടെത്താനാണ് SITയുടെ ശ്രമം. നാളെ ഹൈക്കോടതിയിൽ നൽകുന്ന ഇടക്കാല റിപ്പോർട്ടിൽ മോഷ്ടിക്കപ്പെട്ട സ്വർണത്തിന്റെ അളവ് വ്യക്തമാക്കിയേക്കും. അതോടൊപ്പം പാളികളുടെ കാലപ്പഴക്കവും പരിശോധിച്ചിരുന്നു. നിലവിലുള്ള പാളികൾക്ക് കാലപ്പഴക്കം കുറവാണെന്ന് വന്നാൽ ശബരിമലയിലെ യഥാർത്ഥ പാളികൾ പൂർണ്ണമായും അടിച്ചുമാറ്റി ഡ്യൂപ്ലിക്കേറ്റ് പാളിയാണ് തിരികെ എത്തിച്ചതെന്ന് വിലയിരുത്തും. ഇത്തരത്തിൽ വൻ കൊള്ള നടന്നിട്ടുണ്ടെന്ന് VSSC ഫലത്തിലുണ്ടെന്നാണ് അന്വേഷണ സംഘം സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല. ഇത്തരത്തിൽ പാളികളൊന്നാകെ അടിച്ചുമാറ്റിയതായി തെളിഞ്ഞാൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി വർദ്ധിക്കും. അതിനാൽ തന്നെ നാളത്തെ ഹൈക്കോടതിയുടെ നീക്കങ്ങൾ നിർണായകമാണ്. 24 തിരുവനന്തപുരം. ശബരിമലയിലെ വാജിവാഹനം തന്ത്രിക്ക് കൊടുത്തുവിട്ടത് കോടതിയുടെ അറിവോടെ എന്ന് വ്യക്തമായതോടെ SITക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാക്കൾ. അന്വേഷണ സംഘത്തിനുമേൽ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട് എന്ന് മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അജയ് തറയിൽ പറഞ്ഞു. സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതി മേൽനോട്ടത്തിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്നാണ് K മുരളീധരന്റെ പ്രതികരണം. SIT അന്വേഷണത്തിൽ രാഷ്ട്രീയം കലർത്തുന്നുവെന്ന പ്രതിപക്ഷാരോപണത്തിന് ബലം പകരുന്നതാണ് അഡ്വക്കേറ്റ് കമ്മീഷണർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട്. വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയത് പാരമ്പര്യ വിധിപ്രകാരമെന്നായിരുന്നു അഡ്വക്കേറ്റ് കമ്മീഷണറുടെ റിപ്പോർട്ട്. റിപ്പോർട്ട് ഹൈക്കോടതി അംഗീകരിക്കുകയും ചെയ്തു. ഇക്കാര്യത്തിൽ വ്യക്തത വന്നതോടെയാണ് SITക്കെതിരെ കടുത്ത വിമർശനവുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നത്. വാജിവാഹനം കൊടുത്തുവിട്ടത് ആചാരപ്രകാരമാണെന്നും കോൺഗ്രസുകാരെ കൂടി പ്രതിയാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും അജയ് തറയിൽ പറഞ്ഞു. ക്രമപ്രകാരം ഞങ്ങൾ ചെയ്ത ഒരു പ്രവൃത്തിയെ അത് വളച്ച് കൊണ്ടുവന്ന് വലിയൊരു കളവാക്കി മാറ്റി വാജിവാഹനത്തെ ഒരു തൊണ്ടി മുതലാക്കി പോയും SIT രൂപീകരിക്കില്ല. വാജിവാഹനം തന്ത്രവിധി പ്രകാരം ആചാര്യന് യജമാനൻ കൊടുക്കണമെന്നാണ്. ആചാര്യനായ തന്ത്രിക്ക് യജമാനായ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അത് കൊടുത്തു. അതിലൊരു തെറ്റുമില്ല. SIT അന്വേഷണത്തിൽ സംശയമുണ്ടെന്നായിരുന്നു K മുരളീധരന്റെ പ്രതികരണം. എല്ലാം തന്ത്രിയുടെ തലയിൽ കെട്ടിവെച്ച് കേസിന്റെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമം നടക്കുന്നു. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്നും K മുരളീധരൻ. ഇപ്പോഴത്തെ പോക്ക് ഞങ്ങൾക്ക് സംശയമുണ്ട്. എല്ലാ കുറ്റവും തന്ത്രിയിൽ വെച്ച് കെട്ടി മന്ത്രിയെയും മുൻ മന്ത്രിമാരെയും രക്ഷിക്കാനുള്ള ശ്രമങ്ങളെ ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കും. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണം, പക്ഷേ അത് ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലായിരിക്കും. മാനദണ്ഡങ്ങൾ പാലിച്ച് തന്ത്രിക്ക് ബോർഡ് കൈമാറിയ വാജിവാഹനം ഇനി എങ്ങനെ തൊണ്ടി മുതലായി നിലനിൽക്കുമെന്നുള്ളതാണ് SIT നേരിടുന്ന പ്രധാന പ്രതിസന്ധി. ന്യൂസ് ഡെസ്ക് 24. കലോത്സവം കൊടിയിറങ്ങുന്നു. സർവകലാപൂരം പ്രസന്റഡ് ബൈ UGS ഗോൾഡ് ലോൺ. വാർഷിക പലിശ 4% മാത്രം. പവേർഡ് ബൈ ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. കോ-സ്പോൺസർഡ് ബൈ വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക്, പറശ്ശിനിക്കടവ്, കണ്ണൂർ. ലക്ഷ്യം മർച്ചന്റ് നേവിയാണെങ്കിൽ മാർഗം മാഡം ക്യൂറി എൻട്രൻസ് അക്കാദമി, തൃശൂർ. സ്വർണ്ണമുഖി ഗോൾഡൻ ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം. സംസ്ഥാന സ്കൂൾ കലോത്സവം സമാപിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ആകാംക്ഷവാനോളം. 1008 പോയിന്റുകളുമായി കണ്ണൂരാണ് ഒന്നാമത്. 1003 പോയിന്റുമായി തൃശൂർ തൊട്ടു പിന്നിലുണ്ട്. 998 പോയിന്റുമായി കോഴിക്കോടാണ് മൂന്നാമത്. പാലക്കാട് ആലത്തൂർ BSS ഗുരുകുലമാണ് സ്കൂളുകളിൽ ഒന്നാമത്. ആര് വാഴും ആര് വീഴും, ഉദ്വേഗത്തിന്റെ മണിക്കൂറുകളാണ്. കലോത്സവവേദിയിൽ നേരിയ മുന്നേറ്റം കണ്ണൂരിന്റെ കുട്ടികൾക്കാണ്. തൃശൂരും കോഴിക്കോടും തൊട്ടു പിന്നിലുണ്ട്. 993 പോയിന്റോടെ പാലക്കാട് നാലാമതും 964 പോയിന്റുമായി കൊല്ലം 5ാം സ്ഥാനത്തുമാണ്. വിധി നിർണയത്തിൽ അവസാന മത്സരഫലങ്ങൾ നിർണായകമാകും എന്നുറപ്പ്. കണ്ണൂരാണ് ആധിപത്യം, കണ്ണൂരാണ് ഒന്നാം സ്ഥാനത്ത്. ഇത്തവണ കപ്പടിക്കും നമ്മൾ. ഏതായിരുന്നു ജില്ല? തൃശ്ശൂർ. പിന്നെ പത്തനംതിട്ട ജില്ല ഞങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഞങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടാ. എന്തായാലും കാശ്മീർ 8 ഇനങ്ങളാണ്. വഞ്ചിപ്പാട്ടുണ്ട്, നാടോടി നൃത്തമുണ്ട്. 168 കുട്ടികളെ മത്സരത്തിനെത്തിച്ച പാലക്കാട് ആലത്തൂർ BSS ഗുരുകുലം തുടർച്ചയായി 13ാം തവണ വ്യക്തിഗത ചാമ്പ്യന്മാരായ സ്കൂളായി. 238 പോയിന്റ്. 187 പോയിന്റുമായി പത്തനംതിട്ട കിടങ്ങാനൂർ SVG VHSS 2ാം സ്ഥാനത്തും 129 പോയിന്റുമായി MGM HSS മാനന്തവാടി 3ാം സ്ഥാനത്തുമാണ്. ഞങ്ങളുടെ ഗുരുകുലം അത്ര ഇത് 13ാം തവണയാണ് ഞങ്ങൾ വാങ്ങുന്നത്. അത് ഞങ്ങൾക്ക് ഉറപ്പാണ്. HS ഓവറോൾ ഞങ്ങൾക്ക് തന്നെ ആയിരിക്കും. ഞങ്ങൾ നല്ലോണം എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ എഫേർട്ടിനുള്ള റിസൾട്ടാണ് ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അവര് സ്മാപ്പിയാണ്, സ്മാർട്ട് ആൻഡ് ഹാപ്പി ചിൽഡ്രൻ ആണ്.
അതുകൊണ്ട് തന്നെ അവര് വിജയിച്ചു. 13ാമത്തെ വർഷം നമ്മൾ കപ്പടിച്ചിരിക്കുകയാണ്. വളരെ സന്തോഷം. തീർച്ചയായും പ്രതീക്ഷിച്ചിരുന്നു. ഉറപ്പായിരുന്നു ഞങ്ങൾക്ക് തന്നെയായിരിക്കും കപ്പ് എന്നുള്ളത്. വൈകിട്ടാണ് കലോത്സവ സമാപന സമ്മേളനം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മോഹൻലാലാണ് മുഖ്യാതിഥി. 24 തൃശൂർ. കലോത്സവ നഗരിയിൽ കലാപൂരം അരങ്ങേറുമ്പോൾ കാണികൾക്കും കുറവില്ല. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ പ്രത്യേക ക്ഷണം സ്വീകരിച്ചെത്തിയ അതിഥികളെ പരിചയപ്പെടാം. ഉച്ചവെയിലിൽ സൂര്യകാന്തി എന്ന പോലെ വേദിയൊന്നിൽ കാണികളുടെ ആവേശം. അവർക്കിടയിലൂടെ നടക്കുമ്പോൾ കൗതുകത്തോടെ മത്സരം കാണുന്ന ഈ മുഖങ്ങൾ കണ്ണിലുടക്കി. കലോത്സവം കാണാനെത്തിയതാണിവർ. ഇവരെ ക്ഷണിച്ചതോ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. അപ്പോൾ ഞങ്ങളെ കളക്ട്രേറ്റിൽ നിന്ന് പ്രത്യേക ക്ഷണം സ്വീകരിച്ചിട്ടാണ് നമ്മൾ കലോത്സവം കാണാൻ വന്നിട്ടുള്ളത്. കഴിഞ്ഞ തവണ തൃശ്ശൂർ പൂരം കാണാനും കളക്ട്രേറ്റിൽ നമുക്ക് സൗകര്യം ഒരുക്കി തന്നിട്ടുണ്ടായിരുന്നു. കളക്ടർ നമ്മളെ വളരെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുള്ള ഒരു കളക്ടറായിട്ട് നമുക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട്. എല്ലാ കാര്യത്തിനും നമ്മൾ ഓർത്ത് നമ്മളെ വിളിക്കാറുണ്ട്. ഭിന്നശേഷി മേഖലയോട് അത്രയും കൺസേൺ ഉള്ള ഒരു കളക്ടറാണ് അർജുൻ സാറ്. കുട്ടികൾക്ക് ഇത് സ്നേഹനിധിയായ കൂട്ടുകാരനാണ്. കൈ നിറയെ സമ്മാനങ്ങളും നിറഞ്ഞ ചിരിയുമായെത്തുന്ന സുഹൃത്ത്. കഴിഞ്ഞ പൂരം കണ്ടിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ട്. അപ്പോൾ ഇതുപോലത്തെ തിരക്കുള്ള സമയത്തൊക്കെ ഇവർക്ക് സാധാരണ ഇത് പക്ഷേ കുഴപ്പമില്ല. അപ്പോൾ ഒരു പ്രത്യേകമായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തതാണ്. നമ്മുടെ ഒരു ഗസ്റ്റായിട്ട് അവർ വന്നിട്ട് ഓരോ ഇവൻ്റ് കണ്ടിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാന്നുള്ളതാണ്. എല്ലാവരും ഒരു ആഘോഷമാകുമ്പോഴത്തേക്ക് എല്ലാവരും ഉൾപ്പെടണമല്ലോ. അപ്പോൾ ആ ഒരു രീതിക്കാണ് നമ്മൾ ചെയ്തത്. ഇന്നലെയും കുറച്ച് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. നല്ല സ്നേഹമുള്ള കുട്ടികളാണ്. ഒരുപാട് കാര്യങ്ങൾ പാടുന്നവരുണ്ട്. പിന്നെ കൂടാതെ തന്നെ വേലൂർ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഭിന്നശേഷികളുടെ അവാർഡും കിട്ടിയ ഒരു പഞ്ചായത്തും കൂടെയാണ്. കലോത്സവ നഗരിയിലെത്തിയ കുട്ടികൾക്ക് യാത്രാ സൗകര്യവും ഭക്ഷണവും ഒരുക്കിയിരുന്നു. ഞങ്ങൾ ട്രാൻസ്പോർട്ട് കമ്മിറ്റിയാണ്. അപ്പോൾ ഇവരെ കലോത്സവത്തിന് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ കലക്ടറുടെ ഒരു ഓർഡർ വന്നു. ട്രാൻസ്പോർട്ട് കമ്മിറ്റി ഈ കുട്ടികളെ വേദി ഒന്നിൽ നിന്നും കളക്ട് ചെയ്തിട്ട് അവരെ ഭക്ഷണശാലയിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അപ്പോൾ കളക്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് ഇവരെല്ലാവരും തന്നെ നന്നായിട്ട് പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്തു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴും തിരിച്ച് ഞാൻ തന്നെ ഇവരെ കൂടെ വന്നു. ഞാനിതിൻ്റെ ട്രാൻസ്പോർട്ട് കമ്മിറ്റിയുടെ ജോയിൻറ്റ് കൺവീനറാണ്. വേദിയിൽ കേട്ടതുപോലെ മനോഹരമായ ഒരു ഗാനം. പാട്ട് മാത്രമല്ല, നൃത്തവും മിമിക്രിയും മോണോ ആക്റ്റും ഒക്കെയുണ്ട്. പുഴയുടെ തീരത്ത് ഉത്രാടരാവിൽ വിസ്മയമോടെ ഞാൻ നിന്നു. നിഴൽ നീങ്ങി നിമിഷത്തിൽ നറുനിലാവോലുന്ന നിലയല്ലോ നിർമ്മല ബാല്യകാലം. ഈ കുട്ടികളുടെ ഹൃദയം അതുപോലെ നിഷ്കളങ്കമാണ്, നിർമ്മലമാണ്. അപ്പോൾ അവരുടെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഗൗരവങ്ങളൊക്കെ വെടിഞ്ഞ് ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ മനസ്സോടുകൂടിയാണ് നിൽക്കുന്നത്. കലോത്സവ നഗരിയിൽ ഇവരിത് കാണാനെത്തുമ്പോൾ നമ്മുടെ സന്തോഷം കൂടുകയാണ്. ചിരിക്കുന്നൂക്കളെ ചൊല്ലു താരകം ഞങ്ങളല്ലേ. 24 തൃശൂർ. CPM മുൻ MLA എസ് രാജേന്ദ്രൻ BJPയിൽ. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അംഗത്വം നൽകി. വിശ്വാസം നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് പാർട്ടി മാറ്റമെന്ന് രാജേന്ദ്രൻ പറഞ്ഞു. എന്നാൽ പൂർണ്ണമായി BJPയിലാണെന്ന് പറയാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല എന്ന പരാമർശം ആശയക്കുഴപ്പത്തിന് വഴിവെച്ചിട്ടുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതിന് പിന്നാലെ CPIM-മായി തെറ്റിയ മുൻ ദേവികുളം MLA എസ് രാജേന്ദ്രൻ ഒടുവിൽ BJPയിൽ. ദീർഘനാളായി BJPയിലേക്കെന്ന അഭ്യൂഹങ്ങളും ചർച്ചകളും നിലനിൽക്കെയാണ് എസ് രാജേന്ദ്രന്റെ BJP പ്രവേശം. BJP സംസ്ഥാന കാര്യാലയമായ KG മാരാർ ഭവനിലെത്തി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചു. വിശ്വാസം നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് പാർട്ടി മാറ്റമെന്ന് എസ് രാജേന്ദ്രൻ. മാനസിക പ്രയാസങ്ങളുണ്ട്, പലതും സഹിച്ചു. ഉപദ്രവിക്കരുത് എന്ന് ആവശ്യപ്പെട്ടിട്ടും പുറത്തേക്കുള്ള വാതിൽ തുറന്നിട്ടിരിക്കുന്നുവെന്ന് CPIM നേതാക്കൾ അധിക്ഷേപിച്ചു. ഒരു വിശ്വാസം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ദീർഘകാലമായി തുടർന്ന് ചെല്ലാൻ
കഴിയാത്ത മനോഭാവവും മാനസികമായ പ്രയാസങ്ങൾ അതിലുണ്ട്. വാതിൽ തുറന്നിട്ടുണ്ട്, എപ്പോൾ വേണേലും പോകാം എന്ന വാചകങ്ങളിലൂടെ പല തവണകളും ഞാൻ പലപ്പോഴും ആവശ്യപ്പെട്ടിരുന്നു ഉപദ്രവിക്കരുത് എന്ന്. വേട്ടയാടുകയും അവഗണിക്കുകയും ചെയ്യുന്നു എന്നുള്ള വാചകങ്ങളിലേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. പലതും സഹിച്ചിട്ടുണ്ട്. BJP പ്രവേശത്തിൽ ഉപാധികൾ വെച്ചിട്ടില്ലെന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹമില്ലെന്നും എസ് രാജേന്ദ്രൻ പറഞ്ഞു. എന്നാൽ താൻ പൂർണ്ണമായി BJPയിലാണെന്ന് പറയാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ലെന്ന രാജേന്ദ്രന്റെ പരാമർശം BJP നേതാക്കൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കി. ഒരു പാർട്ടിയിൽ പ്രവേശിച്ചതുകൊണ്ട് മുഴുവനും BJPയിൽ പൂർണ്ണമായി ഞാൻ ഇങ്ങനെയാണ് എന്ന് പറയുവാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളിപ്പോൾ തുടക്കത്തിൽ പ്രതീക്ഷയോടെ എത്തിച്ചേർന്നിട്ടുള്ള ആളുകളാണ്. BJP സർക്കാർ അധികാരത്തിൽ വന്നാൽ തോട്ടം മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും കേന്ദ്രം ഇതിന് മുൻകൈയെടുക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ. ഈ നാട്ടിൽ ഇന്നും മൂന്നാറാണോ ഇടുക്കിയാണോ എത്ര സ്ഥലത്ത് ഇന്നും ജനങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാണ്ട് ജീവിക്കുന്നു. അതെല്ലാം BJP NDA അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ പരിഹരിക്കും. അത് സംരക്ഷിക്കാൻ, അവരെല്ലാം സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതേസമയം എസ് രാജേന്ദ്രൻ BJPയിൽ പോയതിൽ CPIMന് ഒന്നും സംഭവിക്കാനില്ലെന്ന് MM മണി. രാജേന്ദ്രനെ CPIM നേരത്തെ തന്നെ തള്ളിക്കളഞ്ഞതാണെന്നും MM മണി പറഞ്ഞു. അയാൾ BJPയിൽ പോവോ ചെകുത്താൻ്റെ കൂടെ പോയാലും ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല. അപ്പോൾ പാർട്ടിക്ക് കുന്തവും വരില്ല. എന്ത് അയാൾ എവിടെ പോയി കയറിയാലും അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. അയാൾ ഞങ്ങളുടെ കൂടെ ഇല്ല, കാലങ്ങളായില്ല. പോയതിൻ്റെ ഉള്ളി പുറത്ത്. 2006 മുതൽ 2021 വരെ ദേവികുളം MLA ആയിരുന്നു എസ് രാജേന്ദ്രൻ. 2021 സീറ്റ് നിഷേധിച്ചതിന് പിന്നാലെ ദേവികുളത്തെ LDF സ്ഥാനാർത്ഥി A രാജയെ തോൽപ്പിക്കാൻ ശ്രമിച്ചതിന് CPIM നടപടി സ്വീകരിച്ചിരുന്നു. 24 തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കേരളം. തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ CPM കേന്ദ്ര കമ്മിറ്റിയിൽ കേരള ഘടകത്തിന് വിമർശനം. അമിതമായ ആത്മവിശ്വാസവും സംഘടനാ പാളിച്ചകളും തോൽവിക്ക് കാരണമായി എന്നാണ് വിമർശനം. ബംഗാളിലെ തെരഞ്ഞെടുപ്പ് സഖ്യം സംബന്ധിച്ച് കോൺഗ്രസ് മൗനം പാലിക്കുന്നതിലും വിമർശനം ഉയർന്നു. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ചർച്ചയോടെ കേന്ദ്ര കമ്മിറ്റി ഇന്ന് സമാപിക്കും. കേന്ദ്ര കമ്മിറ്റിയിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിന്മേൽ നടന്ന പൊതുചർച്ചയിലാണ് തദ്ദേശ തോൽവിയിൽ കേരള ഘടകം പഴികേട്ടത്. അമിത ആത്മവിശ്വാസവും നേതാക്കളുടെയും പ്രവർത്തകരുടെയും ആലസ്യവും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിനയായെന്ന് ജനറൽ സെക്രട്ടറി MA ബേബി അവതരിപ്പിച്ച റിപ്പോർട്ടിലും പരാമർശമുണ്ടായിരുന്നു. റിപ്പോർട്ടിലെ ഈ നിരീക്ഷണങ്ങൾ ശരിവെക്കുന്ന വിമർശനമാണ് ചർച്ചയിലും നടന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇത്തരം ന്യൂനതകൾ മറികടക്കാൻ പ്രത്യേക ശ്രദ്ധ വേണമെന്നും ചർച്ചയിൽ ആവശ്യമുയർന്നു. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സഖ്യം വേണമെന്നതിൽ അവ്യക്തത നിലനിൽക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്ന കാര്യങ്ങളും ചർച്ചയിലുണ്ടായി. സഖ്യത്തെപ്പറ്റി കോൺഗ്രസ് നേതാക്കൾ മൗനം പാലിക്കുകയാണ്. കോൺഗ്രസ് പ്രതികരിച്ചാലും ഇല്ലെങ്കിലും ബംഗാളിൽ പരമാവധി സീറ്റുകൾ മത്സരിച്ച് നേട്ടമുണ്ടാക്കണമെന്നും ചർച്ചയിൽ അഭിപ്രായമുയർന്നു. CPM BJP ബാന്ധവമെന്ന പ്രചരണം സൃഷ്ടിക്കുന്നതിലും കോൺഗ്രസിന്റെ വിമർശനമുണ്ട്. ഈ പ്രചരണത്തിന് പിന്നിൽ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനുകൂലമാണെന്നാണ് ചർച്ചയിലെ വിമർശനം. കേരളം, ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പാണ് കേന്ദ്ര കമ്മിറ്റിയിലെ ഇന്നത്തെ ചർച്ചാ വിഷയം. കേരളത്തിലെ ഇടതുമുന്നണിയെ പിണറായി വിജയൻ നയിക്കുന്നതിൽ ഔദ്യോഗിക തീരുമാനം ഇന്നുണ്ടായേക്കും. 24 തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂർ ഉറപ്പിച്ച് PV അൻവർ. ഇന്നലെ കോഴിക്കോട്ടെത്തിയ അൻവർ ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തി. ഒറ്റ സീറ്റ് ആവശ്യപ്പെട്ടിട്ടുള്ളൂവെന്നും ബേപ്പൂർ സീറ്റ് ലഭിച്ചില്ലെങ്കിൽ മത്സരരംഗത്തുണ്ടാകില്ല എന്നും അൻവർ 24നോട് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റ സീറ്റേ ലഭിക്കുമെന്ന് ഉറപ്പായതോടെ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ തട്ടകമായ ബേപ്പൂരിലാണ് PV അൻവറിന്റെ കണ്ണ്. UDF നേതൃത്വത്തോട് ഒറ്റ സീറ്റിലെ ആവശ്യം ഉന്നയിച്ചിട്ടുള്ളൂവെന്ന് അൻവർ 24നോട് സ്ഥിരീകരിച്ചു. ഇല്ല, ഞാൻ ഒറ്റ സീറ്റിലേ മത്സരിക്കുള്ളൂ. ഞാനൊരു സീറ്റ് ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട്, അതെന്നോട് ചോദിക്കുമ്പോൾ പറയും. ആ ഒരു സീറ്റിൽ മാത്രമേ ഞാൻ മത്സരിക്കുള്ളൂ, വേറെ ഒരു സീറ്റിൽ ഞാൻ മത്സരിക്കില്ല. പിണറായിസത്തിന് ജനങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ മറുപടി നൽകി. ഇനി വേറെ റുക്കേണ്ടത് മരുമോനിസത്തിന്. ബേപ്പൂരിൽ തനിക്ക് നിലമ്പൂരിലുള്ളതിനേക്കാൾ കുടുംബ ബന്ധങ്ങളുണ്ടെന്നും അൻവർ. നിലമ്പൂരിനെക്കാളും ബന്ധുബലമുള്ള സ്ഥലമാണ്. ബന്ധുബലം നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഫറൂഖും രാമനാട്ടുകരയും കടലുണ്ടിയും ഒക്കെ ബേപ്പൂരൊക്കെ. ഇന്നലെ കോഴിക്കോട്ടെത്തിയ അൻവർ കോൺഗ്രസ് നേതാക്കളുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തി. അൻവറിന് സീറ്റ് നൽകുന്നതിൽ DCC നേതൃത്വത്തിനും അനുകൂല നിലപാടാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമാണ് അൻവറിന് മണ്ഡലത്തിൽ കൂടുതൽ പ്രതീക്ഷ നൽകുന്നത്. അനൌദ്യോഗിക പ്രചാരണവും അൻവർ മണ്ഡലത്തിൽ ആരംഭിച്ചു. നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RJDക്ക് കൂടുതൽ സീറ്റിന് അർഹതയുണ്ടെന്ന് സംസ്ഥാന സെക്രട്ടറി സലീം മടവൂർ. മന്ത്രിസ്ഥാനം ഇല്ലാതിരുന്നിട്ടും മുന്നണിയിൽ അച്ചടക്കത്തോടെ നിൽക്കുന്ന പാർട്ടിക്ക് അർഹമായ പരിഗണന ലഭിക്കണം. മുന്നണി മാറ്റം ഉണ്ടാകില്ലെന്നും പാർട്ടി നിർദ്ദേശിച്ചാൽ മത്സരിക്കുമെന്നും സലീം മടവൂർ 24നോട് പറഞ്ഞു. ഞങ്ങൾ UDFിൽ 7 സീറ്റ്
7ഓളം ചെയർമാൻ സ്ഥാനങ്ങൾ, അതൊക്കെ ഭാവിയിൽ ഏതെങ്കിലും സാധ്യതയിൽ കിട്ടാനുള്ളതാണല്ലോ. ഇതൊക്കെ വേണ്ടാന്ന് വെച്ച് ഞങ്ങൾ LDF വന്നത് ഞങ്ങൾ ആശയപരമായ യോജിപ്പിൻ്റെ പേരിലാണ്. ഇത്തവണ അതല്ല, ഇടതുപക്ഷത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ പാർട്ടി പൂർണ്ണമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ വിജയത്തിൻ്റെ എല്ലാ പ്രവർത്തനവും നടത്തുകയാണ്. ഒറ്റക്കെട്ടായിട്ട് അതിൻ്റെ എല്ലാ രംഗത്തും ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു അർഹമായ പരിഗണന ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. കാര്യങ്ങൾ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ഒന്നിച്ചുള്ളൊരു തീരുമാനമാണ്. അതിന് പാർലമെൻ്ററി ബോർഡ് സംവിധാനമുണ്ട്. ഇതൊക്കെയാണ് സംസ്ഥാന പ്രസിഡന്റ് അതിന് ചർച്ച നടത്തും, അങ്ങനെ തീരുമാനിക്കുക. അല്ല ഒരാൾക്ക് അങ്ങനെ സ്ഥാനാർത്ഥിയായിട്ട് രംഗത്ത് വരാൻ ഞങ്ങൾ പാർട്ടിയിൽ പറ്റില്ല. പാർട്ടി നിർദ്ദേശിച്ചാൽ മത്സരിക്കുകയും ചെയ്യും, മാറി നിൽക്കും. 100% കേരളത്തിലെ സംവിധാനം, കേരളത്തിലെ ജനങ്ങൾ ഈ ഭരണം തുടരണമെന്ന് ഗൗരവമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ പ്രതിസന്ധിയായി കൊച്ചി സീറ്റ്. കൊച്ചിയിൽ നിന്നുള്ള സ്ഥാനാർത്ഥി വേണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. കൊച്ചിക്കാരനായ സ്ഥാനാർത്ഥി വന്നാൽ ജയം ഉറപ്പെന്ന് നിയോജകമണ്ഡലം UDF കൺവീനർ ജോൺ പഴയേരി 24നോട് പറഞ്ഞു. അതേസമയം തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗും കോൺഗ്രസും സീറ്റുകൾ വെച്ചുമാറുമെന്ന് മണ്ണാർക്കാട് MLA N ശംസുദ്ദീൻ. നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് നേതൃത്വം കടന്നതിന് പിന്നാലെയാണ് കൊച്ചി സീറ്റ് കോൺഗ്രസിന് തലവേദനയാകുന്നത്. പ്രാദേശികവാദവുമായി കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തുകയാണ്. കൊച്ചി സീറ്റിൽ കൊച്ചിക്കാരൻ മത്സരിക്കണമെന്ന ആവശ്യമാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്നത്. ഏറ്റവും ഒടുവിൽ മണ്ഡലത്തിലെ UDF കൺവീനർ ജോൺ പഴയേരി തന്നെ ആവശ്യം നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. ഐക്യജനാധിപത്യ മുന്നണിക്ക് നല്ല വേരോട്ടമുള്ള സ്ഥലമാണ് കൊച്ചി നിയോജക മണ്ഡലം എന്ന് പറയുന്നത്. അത് തോക്കാനിടയായിട്ടുള്ള പുറത്തുനിന്ന് സ്ഥാനാർത്ഥിമാർ വരുന്നത് കൊണ്ടാണ് ജനം അതിനെതിരെ പ്രതികരിച്ചത്. കൊച്ചിക്കാരനായിരിക്കണം UDFിൻ്റെ സ്ഥാനാർത്ഥി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും കൊച്ചി നിസ്സാരമായി പിടിച്ചെടുക്കാൻ കഴിയും എന്നൊരു വിശ്വാസം ജനത്തിൻ്റെ ഇടയിലുണ്ട്, മറ്റുള്ള വോട്ടർമാരുടെ ഇടയിലുണ്ട്. എല്ലാവരും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതിനിടെ കൊച്ചിയിൽ കൊച്ചിക്കാരനായ സ്ഥാനാർത്ഥി വേണമെന്ന ആവശ്യവുമായി സേവ് UDF എന്ന പേരിൽ പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടു. കൊച്ചിയിൽ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ പേരാണ് കോൺഗ്രസ് പരിഗണിക്കുന്നത്. കോൺഗ്രസ് മത്സരിക്കുന്ന കൊച്ചി സീറ്റും ലീഗ് മത്സരിക്കുന്ന കളമശ്ശേരി സീറ്റും വച്ചുമാറുന്നതിനുള്ള സാധ്യതകളും UDF പരിശോധിക്കുന്നുണ്ട്. അതിനിടെ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗും കോൺഗ്രസും സീറ്റുകൾ വച്ചുമാറുമെന്ന് മണ്ണാർക്കാട് MLA N ശംസുദ്ദീൻ വ്യക്തമാക്കി. സീറ്റുകൾ വെച്ചുമാറുന്ന കാര്യത്തിൽ ഇപ്പോൾ തന്നെ UDFിലൊരു ധാരണയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിവിധ പാർട്ടികളിൽ ലീഗ് മത്സരിച്ചാൽ വിജയസാധ്യതകളെടുത്ത് കോൺഗ്രസുമായി സീറ്റ് വെച്ചുമാറുക, കോൺഗ്രസ് മത്സരിച്ചാൽ വിജയസാധ്യതകളെടുത്ത് തിരിച്ചും. 24 കൊച്ചി. കണ്ണൂർ ഇരിട്ടിയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. ഇടക്കാനം മേഖലയിൽ കാക്കകളിലാണ് പക്ഷിപ്പനി കണ്ടെത്തിയത്. പ്രദേശത്ത് ജില്ലാ കളക്ടർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇരിട്ടി നഗരസഭയിലെ എടക്കാനത്താണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത്. പ്രദേശത്ത് കാക്കകൾ ചത്തൊടുങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. കണ്ണൂർ റീജിയണൽ ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ഡെപ്യൂട്ടി ഡയറക്ടർ പരിശോധനാ ഫലം ജില്ലാ കലക്ടർക്ക് കൈമാറി. എടക്കാന മേഖലയിൽ കാക്കകളിൽ വ്യാപകമായി രോഗം കണ്ടെത്തിയിട്ടുണ്ട്. വളർത്തുപക്ഷികളിലേക്ക് രോഗം ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ഈ റിസൾട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ എടക്കാനത്ത് നാളെ ആരോഗ്യ വിഭാഗത്തിൻ്റെ യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ സാധിക്കുന്ന നിലയിലേക്ക് ഇടപെടും എന്ന് സൂചിപ്പിക്കുക. ഇരിട്ടി നഗരസഭയിലും സമീപ പ്രദേശങ്ങളിലും വൈറസ് വ്യാപനം നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർക്കും കളക്ടർ അരുൺ K. വിജയൻ നിർദ്ദേശം നൽകി. പനി, ശ്വാസകോശ അണുബാധ എന്നിവയുള്ളവരെ ആരോഗ്യവകുപ്പ് നിരീക്ഷിക്കുന്നുണ്ട്. 24 കണ്ണൂർ. കണ്ണൂരിൽ ആദിവാസി വയോധികയ്ക്ക് തൊഴിലുറപ്പ് ജോലി നിഷേധിച്ചെന്ന പരാതിയിൽ നടപടി. പേരാവൂർ ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ പഞ്ചായത്തിൽ നിന്ന് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. തൊഴിലുറപ്പ് മേറ്റുമാരിൽ നിന്ന് വിശദീകരണം ആവശ്യപ്പെടും. CPM സമരത്തിൽ പങ്കെടുക്കാത്തതിന് പേരാവൂർ പഞ്ചായത്തിലെ ലക്ഷ്മിക്ക് ജോലി നിഷേധിച്ചെന്ന് ചൂണ്ടിക്കാട്ടി BJP പരാതി നൽകിയത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പേരാവൂർ പഞ്ചായത്തിലെ മുരിങ്ങോടി വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളി ലക്ഷ്മിക്ക് തൊഴിൽ നിഷേധിക്കപ്പെട്ടത്. രാവിലെ ജോലിക്കെത്തിയ ലക്ഷ്മിയോട് മാത്യു വിജി ജോലിയിൽ പ്രവേശിക്കരുതെന്നും CPIM കണ്ണൂരിൽ സംഘടിപ്പിച്ച കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സമരത്തിൽ പങ്കെടുക്കാത്തതാണ് വിലക്കിന് കാരണമെന്നും അറിയിച്ചു. ലക്ഷ്മിയുടെ ബന്ധുക്കൾ വിവരമന്വേഷിച്ചെത്തിയപ്പോൾ വിജി ഇത് തുറന്നു സമ്മതിക്കുന്ന വീഡിയോയും പുറത്തുവന്നു. സമരത്തിന് വന്നിട്ടില്ലല്ലോ, തൊഴിലുറപ്പ് സമരത്തിന് വരാത്ത ആൾക്കാർ ഒഴിവാക്കിയിട്ട് നിങ്ങൾ പണി കൊടുത്തു, അതിന് വിഷയത്തിൽ പണിയെടുത്തില്ല. സംഭവം വിവാദമായതിന് പിന്നാലെ BJP തൊഴിൽ നിഷേധത്തിനെതിരെ പരാതി നൽകിയിരുന്നു. CPMന്റെ പരിപാടിക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ അവർ വിസമ്മതിച്ചതിൻ്റെ പേരിൽ അവരെ തൊഴിലിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് മാറ്റ് ഭീഷണിപ്പെടുത്തുകയുമുണ്ടായി.
ഈ സംഭവത്തിൽ ഭാരതീയ ജനതാ പാർട്ടി പേരാവൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരാതി കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സർക്കാർ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. എന്നാൽ ഈ റിപ്പോർട്ട് തേടുക മാത്രം പോരെ, ഇതിൽ ശക്തമായ നടപടി സ്വീകരിക്കണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്. പരാതി ലഭിച്ചതോടെയാണ് പേരാവൂർ ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ പേരാവൂർ പഞ്ചായത്തിൽ നിന്ന് റിപ്പോർട്ട് തേടിയത്. തൊഴിൽ നിഷേധിച്ച തൊഴിലുറപ്പ് മേറ്റുമാരിൽ നിന്നും വിശദീകരണം ആവശ്യപ്പെടും. എന്നാൽ തൊഴിലുറപ്പ് പണിക്ക് ആളു കൂടുതലായതുകൊണ്ടാണ് ലക്ഷ്മിയെ മാറ്റിയതെന്നാണ് മേറ്റുമാരുടെ വിശദീകരണം. 24 കണ്ണൂർ. ന്യൂസിലൻഡിനെതിരായ 3ാം ഏകദിനത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബോളിംഗ് തെരഞ്ഞെടുത്തു. 5 ഓവർ പിന്നിടുമ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ 21 റൺസ് എന്ന നിലയിലാണ് ന്യൂസിലൻഡ്. ബോളിംഗ് നിരയിൽ ഒരു മാറ്റവുമായാണ് ഇന്ത്യ നിർണായക മത്സരത്തിനിറങ്ങിയത്. പ്രസിദ്ധ് കൃഷ്ണയ്ക്ക് പകരം അർഷ്ദീപ് സിംഗ് പ്ലേയിങ് 11-ലെത്തി. പരമ്പര 1-1 സമനിലയിൽ നിൽക്കെ ഇന്ന് ജയിക്കുന്നവർക്ക് കിരീടം സ്വന്തമാക്കാം.